പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ഓണക്കാലം വരവായി. ആനയ്ക്കും പൂരത്തിനും ഒപ്പം തൃശ്ശൂർക്കാർക്ക് മാത്രമായി അഹങ്കരിക്കാനുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുലിക്കളിയാണ്. 4-ാം ഓണം പുലരും മുൻപേ തൃശ്ശൂരിലെ പുലിമടകളിൽ ആവേശം ഉയരുന്നു. പകലുകളോളം നീണ്ടു നിൽക്കുന്ന പുലിയൊരുക്കത്തിന് ശേഷം താളമേള അകമ്പടിയോടെ പുലിക്കൂട്ടവും വേട്ടക്കാരനും നഗരത്തിലേക്ക് ഇറങ്ങുന്നതോടെ ജനങ്ങൾ ആവേശക്കൊടുമുടിയിലാവും. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കിയതോടെ ഇത്തവണ തൃശ്ശൂരിൽ പുലിക്കളി നടക്കുമോ എന്നാണ് തൃശ്ശൂർക്കാരുടെ എല്ലാം ആശങ്കയെന്നാണ് പറയപ്പെടുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് പുലിക്കളിയുടെ ചരിത്രമൊന്ന് നോക്കിയേക്കാം നമുക്ക്. മഹാബലിയും വാമനനും നിറഞ്ഞു നിൽക്കുന്ന ഓണക്കഥകളിൽ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത പുലിക്കും വേട്ടക്കാരനും ഓണവുമായി എന്താണ് ബന്ധമെന്നൊക്കെ ചിലരെങ്കിലും സംശയപ്പെടുന്നുണ്ടായിരിക്കാം. എന്നാൽ പുലിക്കളിയും കേരളവും തമ്മിലുള്ള ചരിത്രബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധുവായിട്ടുള്ള യാതൊരു തെളിവും തന്നെ തൽക്കാലത്തേക്ക് ഇല്ല എന്നതാണ് വസ്തുത. നമ്മുടെ സാംസ്കാരികോത്സവമായ ഓണത്തിന് തനതായ നൃത്തരൂപം വേണമെന്ന് നമ്മുടെ ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് രൂപം കൊണ്ടതാണ് പുലിക്കളി എന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടെങ്കിലും പുലിക്കളിക്ക് അത്രയൊന്നും കാലം പഴക്കമില്ല എന്ന് ശക്തമായി വാദിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. ഏതായാലും കേരളത്തിൽ പുലിക്കളി എത്തിയിട്ട് ഏകദേശം 100 വർഷത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഏറ്റവും അധികം പ്രചരിക്കുന്ന വേറൊരു ചരിത്രമുണ്ട്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭാഗം തൃശ്ശൂരിൻ്റെ പട്ടാളം റോഡിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നും ആ സ്ഥലം അതേ പേരിൽ തന്നെ തൃശ്ശൂരിലുണ്ട്. അന്ന് ഓണക്കാലത്ത് ഒരു നേരം പോക്കിനായി പട്ടാളക്കാർ കളിച്ചു വന്നിരുന്ന ഒരു കായികാഭ്യാസ വിനോദമാണ് ഇന്ന് നമ്മൾ കാണുന്ന പുലിക്കളിയായി പരിണമിച്ചിട്ടുള്ളത്. ഈ ഓണക്കാലത്തെ അവധികളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം നടത്തിയും ഗുസ്തി നടത്തിയും കൈക്കരുത്ത് കാട്ടിയും ഒക്കെ കുറെ അഭ്യാസ പ്രകടനത്തിനായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു വിനോദമായിരുന്നു പോലും പുലിക്കളി. ജാതി മത ഭേദമന്യേ നടന്നു വന്ന ഈ അഭ്യാസ പ്രകടനങ്ങളിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് കാഴ്ചക്കാരായി ഉണ്ടായിരുന്നു. അക്കാലത്തൊക്കെ അഭ്യാസികൾ ഒലക്കമേൽ കയറി നിന്നുവരെ പ്രകടനങ്ങൾ നടത്തിയിരുന്നതായാണ് പറഞ്ഞു കേൾക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടാളക്കാരെല്ലാം ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയതോടെ പുലിക്കളി നാട്ടുകാരെ ഏറ്റെടുക്കുകയും അതോടെ കളിയുടെ രൂപവും ഭാവവും മാറിപ്പോയതായി പറയപ്പെടുന്നു. അങ്ങനെയാണ് ഇന്നത്തെ പുലിക്കളിയിൽ എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇന്നത്തെ പുലിക്കളി 4-ാം ഓണത്തിനാണ് പുലികൾ മടയിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഈ മടയിലാണ് പുലികൾ വേഷഭൂഷാദികളൊക്കെ ധരിക്കുന്നത്. വരയൻപുലി, ചീറ്റപ്പുലി, കരിമ്പുലി, കടുവപ്പുലി, പുള്ളിപ്പുലി, മഞ്ഞപ്പുലി, ഹിമപ്പുലി തുടങ്ങി കുട്ടിപ്പുലി ഇവറ്റയുടെ എല്ലാം കുട്ടിപ്പുലികൾ വരെ മടയിൽ നിന്ന് പുറത്തിറങ്ങും. ഓരോ വർഷം കഴിയും തോറും പുലികളുടെ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലൊക്കെ കാലത്തിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലും രസകരമായിട്ടുള്ള കാര്യം, പുലിക്കളി നമ്മുടെ കുടവേറന്മാരായിട്ടുള്ള ചേട്ടന്മാരെ ഏറ്റെടുത്തിട്ട് 3 പതിറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം 1990 മുതലാണ് അത്ര ഈ പറയുന്ന കുംഭവേറന്മാർ പുലികളായിട്ട് വേഷമിടാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഏത് ശരീരപ്രകൃതിയുള്ളവരും പുലികളായി വേഷമിട്ടിരുന്നത്ര. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2016 മുതൽ പുലിക്കളിയിലെ സ്ത്രീകളും ഇറങ്ങി തുടങ്ങി. നമ്മുടെ പുലിക്കളിക്ക് പേര് കേട്ടത് വിയ്യൂര് മടയാണ്. അവിടെ നിന്നെത്തിയ വിനയ, സക്കീന, ദിവ്യ എന്നിവരെല്ലാം റൗണ്ടിലെത്തി പുലിവേഷം ഇട്ടിട്ടാണ് അതിന് തുടക്കം കുറിച്ചത്. അന്ന് മുതൽ എല്ലാ കൊല്ലവും പുലിക്കളിയിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ പങ്കെടുക്കാറുണ്ട്. പിന്നെ തൃശ്ശൂരിലെ പ്രധാന പുലിമടകൾ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ തന്നെ ഉള്ള സംഘങ്ങളാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം അത് ഒരുപാട് വിരലിലെണ്ണാവുന്ന അത്രയായി ചുരുങ്ങി പോയിരിക്കുകയാണ്. കാനാട്ടുകര, അയ്യന്തോൾ, ചക്കാമുക്ക്, പൂങ്കുന്നം, പടിഞ്ഞാറേക്കോട്ട, പാട്രാക്കൽ, ചെമ്പുക്കാവ്, നായ്ക്കനാല്, മയിലിപ്പാടം, കൊക്കാലെ,
പിന്നെ വിയ്യൂര് ദേശം, വിയ്യൂര് സെൻറ്റർ, കോട്ടപ്പുറം സെൻറ്റർ, കുട്ടംകുളങ്ങര, പെരിങ്ങാവ്, ഇതൊക്കെ പേരെടുത്തിട്ടുള്ള പുലിമടകളാണ്. ഏകദേശം 1 വർഷത്തോളം അധ്വാനം ഇതിന് വേണം. അതായത് എല്ലാ കൊല്ലവും കളത്തിലിറങ്ങുന്ന പുലികൾക്ക് പിന്നിൽ 1 വർഷക്കാലത്തെ അധ്വാനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ കൊല്ലത്തെ കളി അവസാനിക്കുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള പദ്ധതികൾക്കായിട്ട് സംഘങ്ങൾ തിരച്ചിൽ തുടങ്ങും. വെറും മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പുലിക്കളി നടത്തുന്നതെങ്കിലും ഇതിനായി വേഷമിടുന്നത് മാത്രം 2 ദിവസത്തെ അധ്വാനമാണ്. ഓരോ സംഘത്തിലും 50 മുതൽ 100 വരെ പുലികൾ വേഷമിടുന്നുണ്ടായിരിക്കും. ഈ നാവും പുറത്തേക്കിട്ട് വയറും കുലുക്കി ആടി വരുന്ന പുലികളുടെ ചന്തത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ചിത്രകാരൻ്റെ ജാലവിദ്യയാണ്. പുരുഷന്മാരുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് പുലിക്കണ്ണും താഴേക്ക് നാവും പല്ലും എല്ലാം വരും. അത്ര എളുപ്പമല്ല ഈ ജോലി. മഞ്ഞ, വെള്ള, കറുപ്പ് ഈ നിറങ്ങളാണ് സാധാരണ നാടൻ പുലികൾക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ പല കാലങ്ങളായി വ്യത്യസ്തതകളും പരീക്ഷിച്ചിട്ടുണ്ട്. ഫ്ലൂറസെന്റ് നിറങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫാൻസി പുലികൾ, അതുപോലെ തന്നെ LED ഉപയോഗിച്ചുള്ള പ്രത്യേക പുലികൾ, അതൊക്കെ പലപ്പോഴായിട്ട് നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഓരോ ദേശത്തിന് സീക്രട്ടാണ് ഓരോ പുലികളിൽ ഉപയോഗിക്കുന്ന നിറങ്ങളും അതിൽ അവർ കൊണ്ടുവരുന്ന വ്യത്യസ്തതയുമെല്ലാം. ഒരു കൈൻഡ് ഓഫ് വിചിത്രമാണ് ഈ പുലിക്കളി എന്ന കലാരൂപം. പുലികളുടെ ഒരു വലിയ സംഘം, അതിൻ്റെ ഒപ്പം ഇറങ്ങുന്ന വാദ്യമേളക്കാരും, കുറഞ്ഞത് 2-3 ടാബ്ലോയോ അടക്കമുള്ള ഒരു ദേശക്കാരുടെ വരവിന് പിന്നിൽ നിരവധി പേരുടെ കഠിനാധ്വാനമുണ്ട്. രംഗത്തിറങ്ങുന്നവരെ ആദ്യം ദേഹത്തെ രോമങ്ങളെല്ലാം വടിച്ച് വൃത്തിയാക്കണം. വിയർക്കുന്ന ശരീരത്തിന് പറ്റിയ ചായം പൂശണം. മാസങ്ങളോളം ഇവർ അതിനായി മാറ്റിവെക്കുന്നു. ഗൊറില്ല പൗഡറാണ് ഈ നിറങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ നിറങ്ങളൊക്കെ വാർണിഷും ഇനാമലും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെയാണ് കളർ ഒരുക്കുന്നത്. ടാബ്ലോയ്ക്കായുള്ള ജോലികളെല്ലാം മാസങ്ങൾക്ക് മുന്നേ തന്നെ ആരംഭിച്ചിട്ടുണ്ടാവും. നമ്മൾ കാണുന്നത് ഈ മുൻനിരയിലുള്ളവരെ മാത്രമാണ്. പക്ഷെ ഈ അണിയറയിലും അത്ര തന്നെ ആളുകളുണ്ട്. മനുഷ്യ ശരീരത്തെ ഒരു പേപ്പറായി കണ്ട് അതിൽ കളറുകളൊക്കെ ചാലിക്കുന്ന ചിത്രകാരന്മാർ അതിമനോഹരമായി ചാലിക്കുന്നു. ഇങ്ങനെ 100ഓളം കലാകാരന്മാരടങ്ങുന്ന വിവിധ സംഘങ്ങളാണ് തൃശ്ശൂരിലെ ഓണത്തെ കളറാക്കുന്നത് തന്നെ. കുടവയറുള്ള പുലികൾക്കാണ് തൃശ്ശൂരിൽ ഡിമാൻഡ്. ലക്ഷങ്ങൾ പെട്ടിയിൽ വീഴുന്ന ആഘോഷത്തിമിർപ്പ് തന്നെയാണിത്. ഇതിൽ കളിക്കാൻ അറിയുന്ന നല്ല കുടവയറുള്ളവർക്ക് നറുക്ക് വീഴും. ഈ തടിച്ച ശരീരപ്രകൃതിയുള്ളവർക്ക് വലിയ മാർക്കറ്റാണല്ലോ ഈ പുലിവേഷം കെട്ടാൻ. എന്ത് വില കൊടുത്തും ഇവരെ സ്ഥലത്തെത്തിക്കാനുള്ള ശ്രമം ദേശങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. തൃശ്ശൂരിൽ നിന്നുള്ളവരാണ് കൂടുതലും ഉണ്ടാവുക എങ്കിലും വലിയ തുകയ്ക്ക് മറ്റു ജില്ലകളിൽ നിന്നെത്തി വേഷം കെട്ടി ഈ ചുവട് വെക്കുന്നവരും ഉണ്ട്. ഒരു ദിവസത്തേക്ക് 10,000 വരെ വാങ്ങി വീതിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള പുലികളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് ചായം വരയ്ക്കേണ്ടി വരിക. ഇപ്പം സ്ത്രീകൾ പുലിവേഷം കെട്ടുമ്പോൾ ബനിയൻ ധരിച്ചതിന് ശേഷമാണ് വരയ്ക്കുക. മുഖത്ത് മാസ്കും കയ്യിലും കാലിലും സാധാരണ ഉപയോഗിക്കുന്ന പെയിൻറ്, അതാണ് ബേസിക് ആയിട്ടുള്ള രീതി. ഇനി കുഞ്ഞു പുലികളാണെങ്കിൽ, കുട്ടിപ്പുലികളാണെങ്കിൽ അവർക്ക് വേഗം പോകുന്ന തരത്തിലുള്ള പെയിൻറ്റുകളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അത്തരത്തിലായിരിക്കും ചെയ്യുന്നത് പതിവ്. പിന്നെ പുലികൾക്കായുള്ള മുഖം ഒരുക്കുന്നതും മാസങ്ങളോളം നീണ്ട ജോലിയാണ്. പണ്ടൊക്കെ മുഖത്തും ചായം തേക്കിയായിരുന്നു പതിവ്. പിന്നെ പ്ലാസ്റ്റിക് മുഖങ്ങൾ വന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫൈബർ മോൾഡ് ചെയ്തിട്ടുള്ള മുഖങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു മുഖത്തിന് മാത്രം 1200 രൂപയോളം വരും. പുലികൾക്കായുള്ള മുഖങ്ങൾ കലാകാരന്മാർ നേരത്തെ തന്നെ പണി തീർത്ത് വെക്കും. 13 ലക്ഷത്തിലധികം ചെലവ് വരും ശരിക്കും. ടാബ്ലോയും മേളം, ലൈറ്റ്സ്, ആർട്ടിസ്റ്റ് എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കുള്ള പണം വേണ്ടി വരും. ഈ മൊത്തം തുകയിൽ 2.5 ലക്ഷം രൂപ തൃശ്ശൂർ നഗരസഭ നൽകും. ഇത്തവണ ഈ തുക 3.25 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ കേന്ദ്ര ടൂറിസം വകുപ്പ് 1 ലക്ഷം രൂപ നൽകുന്നുണ്ട്. ബാക്കി തുക സ്പോൺസർഷിപ്പും പിരിവും വഴിയാണ് ഇവർ കണ്ടെത്തുന്നത്. ഈ മിന്നിത്തിളങ്ങുന്ന ചായങ്ങളും പൂശി കുർത്ത പല്ലുകളും നീണ്ട നാക്കുള്ള പുലികൾ വലിയ ടാബ്ലോയുടെ പശ്ചാത്തലത്തോടെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വരവുണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. ആ ഉപയോഗിക്കുന്ന ചായം മുതൽ കാലിലിടുന്ന ചെരുപ്പ് വരെ, പാദരക്ഷ വരെ അവർ ശ്രദ്ധിച്ചേ പറ്റൂ.
വെറുതെ വന്ന് താളത്തിൻ്റെ ഒപ്പം ചുവട് വെച്ച് പോകുന്നവരല്ല തൃശ്ശൂരിലെ പുലികൾ. ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് വീതികളിലേക്ക് ഇറങ്ങുന്നത് പുരസ്കാരങ്ങൾ കൂടെ മനസ്സിൽ കണ്ടിട്ടാണ്. മികച്ച പുലിനൃത്തം, മികച്ച ടാബ്ലോ, അച്ചടക്കം എന്നിങ്ങനെ പല മേഖലകളിലും 1, 2, 3 പുരസ്കാരങ്ങളുണ്ട്. കൂടാണ്ട് നഗരസഭ നൽകുന്ന വിഷയത്തെക്കുറിച്ചുള്ള അവതരണത്തിനും പുരസ്കാരമുണ്ട്. ട്രോഫിയും 60,000 രൂപയായിരുന്നു കഴിഞ്ഞ തവണ 1ാം സമ്മാനക്കാർക്ക് നൽകിയത്. പിന്നെ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഈ ടീമുകളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മുടെ ലളിതകലാ അക്കാദമിയിലെ കലാകാരന്മാരാണ്. ഇത്തവണ 11 ദേശങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും 9 ദേശക്കാരാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത് 5 ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് സ്പോൺസർഷിപ്പ് കണ്ടെത്തുന്നതിന് കുറേ പ്രശ്നമുണ്ട്. അതാണ് ദേശക്കാരെ പിന്നോട്ട് വലിക്കുന്നത്. പുലിക്കളി നടന്നില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് സാധാരണക്കാരായ കലാകാരന്മാർക്കാണ് എന്നാണ് വെപ്പ്. സംസ്ഥാനം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കുന്നത് ഇവർക്ക് മനസ്സിലാകും. എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ പുലിക്കളി ഉണ്ടാകില്ലെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടതിന് ശേഷമെടുത്ത ഏകപക്ഷീയ തീരുമാനത്തിനോടാണ് ഇവർക്ക് അതൃപ്തി എന്നാണ് റിപ്പോർട്ട് കണ്ടത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ സാധാരണക്കാരായ കലാകാരന്മാർക്ക് തന്നെയാണോ ഈ അതൃപ്തി ഉള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പുലിക്കളി ഉപേക്ഷിക്കണോ എന്ന ചർച്ചയിൽ പുലിക്കളിക്ക് അനുകൂലമായ നിലപാടുമായി സർക്കാർ വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുലിക്കളിക്ക് തുക അനുവദിക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് സർക്കാരിന്. കോർപ്പറേഷനാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതെന്നും സാമ്പത്തിക സഹായം നൽകാൻ തടസ്സമില്ലെന്നും ഒക്കെയുള്ള നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാര്യം തനത് കലാരൂപങ്ങളെ എല്ലാം കാക്കുക തന്നെ വേണമെങ്കിലും ഇത്ര പെട്ടെന്ന് സൗകര്യപൂർവ്വം വയനാടിനെ വിസ്മരിക്കാമോ? ഓക്കെ, പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.